മക്കളെ. ഓ റൂമിലൊക്കെ എന്ത് തണമെന്ന് പറയും. ഇന്നലെ കറണ്ട് ഉണ്ടായിരുന്നില്ല. ഗോപുരത്തിൽ ഒരെണ്ണത്തിൽ കുറച്ച് ചാർജ് ഉണ്ട്. ഇവിടെ ശ്രദ്ധിച്ചാ ഒരു പ്രത്യേക ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. റൂമിൽ സൈക്കിളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. റൂം തുറന്നു കഴിഞ്ഞുള്ള വ്യൂ ഒന്ന് നിങ്ങൾ കണ്ടോട്ടാ എങ്ങനെയാന്നുള്ളത്. ഹൗ ഇതാണ് റൂം തുറന്നു കഴിഞ്ഞുള്ള വ്യൂ. ബാക്കിൽ നോക്കി മല, ഐസ് മല. അയ്യോ ഇന്നലെ വൈകുന്നേരമായ കാരണം ഈ ഐസൊന്നും അധികം ശ്രദ്ധിച്ചില്ല. എന്ത് തണവ് വാങ്ങിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ജാതി തണവ് അതിൻ്റെ ഉള്ളിൽ ഒരു രക്ഷയില്ല. ഇങ്ങനെ മുകളിൽ കയറി ചിലപ്പോൾ പറ്റി വന്നു വീഴൂ. വേണ്ടല്ലേ ഇന്നടുത്ത് എന്തിനാ ഇവിടുന്ന് ഇനി ഏത് കുന്നൊക്കെയാണോ കയറേണ്ടത് ആ കുന്നൊക്കെ കയറി പോകണമെന്ന് കൊണ്ടിട്ടുന്ന് ഇന്ന് കുറേ നേരത്തെ പരിപാടി ഉണ്ട്. അപ്പോൾ അങ്ങനെ മക്കളെ സൈക്കിൾ സാധനങ്ങളൊക്കെ എന്നോട് സെറ്റാണ്. ഈ സാധനം സൈക്കിൾ ഇതിൽ കൂടെ വീഴാണ്ട് ആ കോണിപ്പിടിയൊക്കെ ഇറക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകണം. അങ്ങനെ അപ്പോളേ ഞാൻ മെല്ലെ പോകാൻ നോക്കട്ടെ, ഇറങ്ങാൻ നോക്കട്ടെ. അടിയിൽ ഹോട്ടലുണ്ട്, അവിടെ നിന്ന് കഴിക്കണം, വിശക്കുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങൾ മക്കളെ. ഓക്കെ ഉടഞ്ഞൊന്നും ഇല്ലല്ലോ എടുക്കാനൊന്നും ഇല്ലയെന്ന് വിചാരിക്കണം. അങ്ങനെ അപ്പം ശരി ഓക്കെ. അല്ല എന്നെ കാലത്തൊന്നും കഴിക്കാണ്ട് ആകെ പെട്ടതാണ്. ഇന്ന് റൊട്ടി, കറി, പിന്നെ എന്തിട്ട് തൈര് എന്തൊക്കെയുണ്ട്. ഇതൊക്കെ കഴിച്ചിട്ട് വരാം. നല്ല തണുപ്പുണ്ട്. ചെയ്യുന്നതാണോ എന്ന് പറയും. രക്ഷയില്ലാത്താണോ? ഞാൻ കഴിച്ചിട്ട് വരാട്ടാ. അയ്യോ മക്കളെ എന്ത് തണുവാ, ഒരു രക്ഷയില്ല. സൈക്കിളിൻ്റെ വീല് സീനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് ഊരി പോവാണോ അത് പേടിപ്പോൾ കണ്ടില്ലേ. ഇന്ന് സ്റ്റാർട്ടിങ് നടക്കാം. അത് കാരണം വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. കാണാമല്ലോ കയ്യൊക്കെ മരവിച്ചിപ്പോൾ തന്നെ കേട്ടോ. അറിഞ്ഞല്ലോ എൻ്റെ പൊന്നു എന്തറക്കാം. അമ്പോ അവിടെയൊക്കെ നോക്കി നല്ല സൈക്കിൾ. ഇവിടുന്ന് ഒരു 35 കിലോമീറ്റർ കടകളൊക്കെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഈ കടയത്താള് ഞാൻ ഒരു സാധനങ്ങൾ വാങ്ങാൻ പറഞ്ഞതാണോ അത് ശരിക്കുള്ളതാണെന്ന് അറിയില്ല. അതുകൊണ്ട് അടുത്ത പണി കണ്ടില്ലേ എന്ത് രസം നോക്കി. ഓ കയ്യൊക്കെ മരവിച്ചൂരപ്പോൾ തന്നെ ഗ്ലൗസ് എടുത്തിട്ടുണ്ട്. വീടങ്ങ ഇങ്ങനെ വേർതിരിച്ചിട്ട് വേണ്ട. അവിടെയൊക്കെ ചെറിയൊരു വീട് പോലെ എന്താ സെറ്റപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. തണവാട്ട മക്കളെ ഒരു രക്ഷയില്ലാത്തതാണെന്ന് അറിയില്ലേ. എന്ത് തണമെന്ന് പറയാ. കഴിഞ്ഞാലേ ബ്രേക്കില്ലാത്ത കാരണം ആകെ പണിയാ. ഇത് അറക്കത്തിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കെട്ടി പറഞ്ഞു വീഴും. ഇത് ആകെ നോക്കട്ടാ കയറി 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 പിടിക്കുന്നത് കിടന്നിട്ട്. ഓക്കെ ബ്രേക്കിൻ്റെ അവസ്ഥ ഉണ്ടല്ലേ. ഈ സൗണ്ട് മാത്രമാണ് ഡിസ്കമ്മ കിടന്ന് പറയേ. എന്ത് പണിയെന്ന് പറയേ. ഉമ്മ അതിൽ അറക്കം കെട്ടിയിട്ട് ഒന്നും ചെയ്യാണ്ട അവസ്ഥ ചെയ്യപ്പത്. കുറച്ച് ദൂരമൊക്കെ ഷൂ ഇട്ടിട്ട് കുറച്ചപ്പോൾ ഷൂവിൻ്റെ അടി നോക്കിയേ. ഷൂവിൻ്റെ അടി ഇങ്ങനെ ചെയ്യും. ഷൂവിൻ്റെ അടി കത്തിയിട്ട് കഴിഞ്ഞു. അവിടെയൊക്കെ നോക്കി പൂഴി പോലെയാണ് മറ്റേ ഇത് എടുക്കണത്. നോക്കിയേ എന്തും ഇല്ല ഇറക്കാം. നോക്കി ഓരോ പണി നമുക്ക് കിട്ടുന്നത് അല്ലേ. ഷൂ ഓട്ടയിലും വേണ്ടില്ല വിചാരിച്ചിട്ട് ഇറക്കിയാലോ അല്ലെങ്കിൽ പണി പഠിച്ചു വെക്കാം. കയറി കയറി കയറിക്കൊണ്ടിരിക്കുന്നത്.
പാടേ എളുപ്പല്ല. ഇത് ഫുള്ള് മുട്ടി കണ്ട ബ്രേക്ക്, ഇതിൻ്റെ ഫുള്ള് ബ്രേക്ക് മുട്ടിട്ട് പോണത്. ഇപ്പോൾ കറക്റ്റ് ഇങ്ങനെ ഈ സൈഡൊക്കെ മാന്തി എടുത്തുള്ള കേട്ടോ, നേരെയുള്ള നോക്കി മാന്തി എടുത്ത പോലെ എത്ര നല്ല കൊണ്ടുവരുവാണോ ഈ നിലയ്ക്കാൻ വെച്ച് കഴിഞ്ഞാൽ. ഓരോ പണി വരണത്. ഇത് നോക്കി കണ്ട നല്ല സൈഡില്ലേ, ഇത് വെറൈറ്റി കഴിഞ്ഞത് എന്തായാലും. അയ്യോ ഇറക്കം കൂടി തുടങ്ങിയല്ലോ, കാലരയ്ക്കാലോ. ആയ് കേരള केरला हाँ हाँ 4 महीने के ऊपर हो गया. എൻ്റെ പൊന്നോ വഴി നോക്കിയേ സീനാണത്. ഞാനേ ഇതെടുത്തേക്കട്ടെ ഏട്ടാ, ഞാൻ കെട്ടി വന്നു പോയി. ഈ മലയുടെ കളറൊക്കെ നോക്കിയിട്ട് വേറെ കളറായി കണ്ടാ. ഞാൻ നേരത്തെ അടിക്ക് ഇറങ്ങി വന്നത് കണ്ടാ, ജാതീര സൈലേ വേറെ ഷേപ്പൊക്കെ തുടങ്ങി. ഇത് നോക്കി ഇതെന്താ തിളങ്ങണ പോലത്തെ വല്ല ഡയമണ്ടൊക്കെ ഒഴിഞ്ഞി തിളങ്ങണ്ടല്ലോ കിടന്നിട്ട് കണ്ടാ. ജാതീര സൈഡ് എന്തായാലും അങ്ങനെ ആരൊക്കെ വരുന്നുണ്ടല്ലോ അവിടുന്ന്. അങ്ങനെ നടന്നിട്ടേ മോളിക്ക് ചവിട്ടിക്കാരനേക്കാൾ വലുത്താട്ട അടിക്ക് ഇറങ്ങുമ്പോൾ അത് ലോഡ് മൊത്തം കാല് വയ്ക്കി വന്നിട്ട് ജാതി വേനേ കാലൊക്കെ. ഓ ചുണ്ടൊക്കെ വെഞ്ചോടങ്ങി വെച്ചിട്ടുണ്ടേ. ഞാൻ അതിൻ്റെ അടിയിൽ പോയിട്ട് വരാം. ഏതാണ്ട് അവിടെ നിന്നൊക്കെ തള്ളി തുടങ്ങിയതാ. ഇത്ര നല്ല ഇറക്കം നോക്കി, റോഡ് നല്ല സൂപ്പർ റോഡ് കണ്ട. ഈ മലയ്ക്ക് മാത്രം എന്തൊരു പ്രത്യേകത ഉണ്ട്. ഈ മലയുടെ കളർ കണ്ട, തേങ്ങ മോളിൽ നല്ല വീണ് കഴിഞ്ഞാൽ വിട്ടൂലോ. കണ്ട ഇവിടുന്ന് ഇത്ര ഈ പീസ് തൊട്ടിട്ട് ഇതാ ഈ പീസ് വരെ അതിന് മാത്രം കളർ ചേഞ്ചിങ് കണ്ട. ഒരു വെറൈറ്റി കളറായിട്ട് ഇപ്പുറത്തൊക്കെ നോക്കി. അവിടെ സൈക്കിൾ വീണു. ഇവിടെ കാണുമ്പോൾ തന്നെ പേടിയാവുക. ഹേ ഇതൊന്നും അടിക്ക് കൂടാതെ ഇവിടെ നീ വെള്ളം വരുന്നതാണോ നോക്കിയേ. വഴി നോക്ക്, എന്തിട്ട് വഴിയത് പേടിയാവും തന്നെ. കാലേ ഇതിലൊക്കെ ജാതി വേന തുടങ്ങി. ഈ വെയിറ്റ് പിടിച്ച് തള്ളിയിട്ട് എളുപ്പം തള്ളേ. മോളിക്ക് കളയുമ്പോൾ പിന്നെയും കുഴപ്പമില്ല കേട്ടാ. ഇത് കാഫ് നോക്കാവോ എനിക്ക്. ഇവിടെ ഉരുൾപൊട്ടണ ചിത്രക്കെടുത്ത് വെച്ചിട്ടുണ്ട് പോവിടുന്ന്. റോഡ് നോക്കി മക്കളെ, എന്തിട്ട് റോഡ് കാണുമ്പോൾ തന്നെ പേടിയാവും. ബ്രേക്കില്ലാതായിരുന്നേ, ഇറക്കാനും പണി കയറ്റാനും പണി ഒക്കെ പണി. ഓശോ ആ വഴി മൊത്തം ഇറങ്ങി പോണഞ്ഞി. നല്ല വണ്ടി കിട്ടാൻ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയിട്ട് നല്ലത്, അല്ലെങ്കിൽ പണിയാവും തോന്നുന്നുണ്ട്. ഓ കാലൊക്കെ എനിക്കുന്നുണ്ട്. എന്തു വലിയ ഇറക്കാൻ നോക്കിയത്. ഇവിടെ ഉരുൾപൊട്ടലുണ്ടാവുന്ന സ്ഥലം ഞാൻ തോന്നിട്ടാ. നമുക്ക് ഇതൊക്കെ വരെ മറ്റേ മൺപുറ്റ പോലെ ഉണ്ടാക്കണം കണ്ട, വെള്ളം ഒലിക്കിട്ട് സൈഡിൽ കൂടെ ഒക്കെ പോയിട്ടുള്ളത് കൊണ്ട് കിട്ടാ. ഇവിടെയൊക്കെ നോക്കിത് തല കറങ്ങണം നോക്കുമ്പോ തന്നെ. നല്ല പോവാ. ഇനിയിപ്പോൾ എന്തിട്ട് ചെയ്യാ, വണ്ടി കാണാനില്ല. മോളിക്ക് കയറുന്ന വണ്ടികൾ മാത്രം കാണാനുള്ളൂ, അടിക്ക് വണ്ടികളൊന്നും പോണു കാണാനില്ല. അടിക്ക് വാങ്ങിച്ച വണ്ടിയിൽ കയറ്റേണ്ടി വരും, അല്ലാണ്ട് നടക്കില്ല മക്കളെ. സീന എന്തിട്ട് വഴി നോക്കി മക്കളെ, കിട്ടൂലോ. പിടിച്ചിട്ട് നിൽക്കണമില്ല, തെങ്ങിട്ട് പിടിച്ചിട്ട് പോവത്. അയ്യല്ല പഞ്ഞ നോക്കിയേ. ബാക്കുറയ്ക്ക് അവസാനിച്ചാറോട്ടെ ഞാൻ നോക്കട്ടെ. ബാക്കുറയ്ക്ക് പിടിച്ചിട്ടുണ്ട് പോണേ കണ്ട. അയ്യോ അയ്യോ കാലം പോയി. സീനാണ് മക്കളെ, എളുപ്പമല്ല. കാലും കയ്യും കാലൊക്കെ ഉറച്ചിട്ടാണ് പോവാ. അയ്യോ
ഇങ്ങനെ എളുപ്പമല്ല കറക്റ്റ് ബ്രേക്കിൽ അവസാനത്തിന് വിട്ടു എന്തൊരു അവസ്ഥ ആലോചിച്ചു. ഷൂ പുതിയതാകണ്ടേലും ഷൂവിൻ്റെ കത്തിക്കൽ കഴിഞ്ഞു. സ്പീഡൊന്ന് കുറഞ്ഞു. എളുപ്പമല്ലാത്ത സ്പീഡൊക്കെ ഒന്ന് കുറച്ച് കിട്ടാൻ. അതിൻ്റെ പൊന്നു വ്യൂ നോക്ക്. അയാളോട്ട് വയ്ക്കാറുന്നില്ല കയറാൻ പറ്റുമെന്ന് മറന്നു ഞാൻ. ഇവിടെയൊക്കെ കുറേ സ്ഥലത്ത് ഉരുൾപൊട്ടി കണ്ടിട്ട് വേണ്ട. അതൊക്കെ ഉരുൾപൊട്ടി കണ്ടിട്ടുള്ളതാണ്. അതിൻ്റെ പൊന്നു നിർത്തട്ടെ. ഓ ഇത് ഗംഭീര ഇറക്കാമല്ലോ. രണ്ടെണ്ണം കൂടി ഉണ്ട്. അത് കഴിഞ്ഞുകൊണ്ട് കണ്ട അവിടെ ഒരു കവാടം പോലത്തെ എന്താ സംഭവമൊക്കെ ഉണ്ട്. വേറെ വല്ല വണ്ടി വരാൻ കഴിഞ്ഞാൽ പിടിക്കാറുണ്ട് അടുത്തേല്. ഞാൻ ഇത് ഇറക്കട്ടെ ഏട്ടാ. ഇത് കുറച്ച് സീൻ ഇറക്കാം. ഇതല്ല ഇപ്പം ഇറക്കി മൊത്തം സീൻ ഇറക്കി തന്നെയാ. നോക്കട്ടെ. കണ്ടാ ഉരുൾപൊട്ടി വീണിട്ട് ലോറിക്ക് വരുന്നുണ്ടാ. ഭാഗ്യന് ബ്രേക്ക് ഓട്ടിയത്. ചിലപ്പോൾ അതൊക്കെ കുരുത്താവും ചിലപ്പോൾ. ഉരുൾപൊട്ടിയിട്ട് മൊത്തം എടുത്തിട്ട് കയറ്റിട്ട് റോട്ടിൽ മൊത്തം ലോറി കയറ്റിട്ട് കണ്ട. അവിടുന്ന് മോളിൽ അവിടുന്ന് ഇപ്പോൾ തള്ളി ഇറക്കി വന്നതൊക്കെ കാലെടുത്തിട്ട് ഷൂവിൻ്റെ അടിയൊക്കെ നോക്കി നോക്കി. ഓ ഷൂവിൻ്റെ അടി ഓട്ടേ പറയും. ഇത് ഓട്ടയായി മണ്ണ് തൂക്കിയിരുന്നു. ഞാൻ നല്ല സൈഡിൽ കൂടെ പോകാൻ നോക്കട്ടെ. ഇവിടെ വന്നിട്ട് കാര്യമില്ല. ഓ അതുണ്ട് മൊത്തം പൊടിഞ്ഞു കൊണ്ടിട്ടാ കണ്ട. ഇവിടെ മറ്റേ ഇതെന്തൊക്കെ ഉണ്ട്. എക്കോ ടൂറിസം വില്ലേജ് വനില്ലേ വനില്ല. ഹോം സ്റ്റേ അവൈലബിൾ. വർക്ക് അറ്റ് ഫാം. അയ്യൻ്റെ അമ്മച്ചി. കാറ്റ് മൊത്തം അടിച്ചോണ്ടിരിക്കുക. എന്ത് കാറ്റാ. സൈഡിൽ കൂടെ പോകണമെന്ന് ഡേഞ്ചർ. പുറത്തെ കൂടെ പോവാ. കല്ലൊക്കെ വന്നിട്ട് കല്ലുകൾ ഇടയ്ക്ക് പറഞ്ഞ് വീണ്ടിട്ട് മോടുന്നൊക്കെ വഴി നോക്കിയേ. എന്തിട്ട് പുഴ നോക്കിയേ. ഓ ആർക്കാണ്ട് ഇറങ്ങി കഴിഞ്ഞു മക്കളെ. ഇവിടുന്ന് വേറൊരു കയറ്റം കൂടി ഉണ്ടെന്നുണ്ട്. മാപ്പിൽ നോക്കുമ്പോൾ അങ്ങനെ ഒരു കയറ്റം കാണാണ്ട്. ഓ എന്തിട്ട് പുഴ. ഓ കാർഗിലിൽ പോന്നിട്ട് ഇപ്പം എത്ര
വലിയ രണ്ട് കുന്നാണ് രണ്ടെണ്ണം കയറ്റിയത്. ഓ ഇതിപ്പോൾ ഇറങ്ങി കറക്റ്റ് ഇറങ്ങുന്ന ടൈമിലാണ് നശിപ്പിച്ചു കൊണ്ടാറാം. ഓ ഇതൊക്കെ തേഞ്ഞു തുടങ്ങി. ഇത് പോയിട്ടേ ബ്രേക്ക് പേഡ് പോയിട്ട് സീനായി. ഇതെന്താണോ കയറി പിടിച്ചിക്കണേ കണ്ടോ? ആകെ സൗണ്ടാണ്. ഇതൊക്കെ ഇവിടുന്നാണോ സൗണ്ടൊക്കെ വരണേ? ഇത് നോക്കി, ഇത് ഫുള്ള് കിടന്നുള്ള കേടുന്നുണ്ട്. ഇത് സൈക്കിൾ മുള്ളു പണി അതിൻ്റെ. എല്ലാം പൊട്ടിണ്ടാണാവത്. എന്തൊരു ചെയ്യാൻ നല്ല വെയിലായി. ഇനി എവിടെയെങ്കിലും സൈഡാവാൻ നോക്കാം. ഇരുന്നേരിക്കുമ്പോൾ കണ്ട ഇരുന്നേൻ്റെ ഞാൻ അപ്പം തല ഇറങ്ങുന്നത്. എന്തൊരു കോപ്പാണാവത്. കുറേ ദിവസമായിട്ട് ഇവിടം വരാനായി. ചെറിയൊരു കയറ്റായിരുന്നു. ഇത് കുഴപ്പമില്ല. ഭക്ഷണം കഴിച്ചു. അവിടുന്ന് വന്നപ്പോൾ ചെറിയൊരു ടൗൺ പോലത്തെ സ്ഥലമാണ്. ഓ എന്ത് കാറ്റാ. ആ ടൗണിൽ പോയിട്ട് ഒരു തൊപ്പിക്കൽ വെച്ചപ്പോളേ MRP 119 രൂപ ചെയ്തിട്ടുള്ളൂ. പക്ഷെ 399 രൂപ. ഇന്നലൊക്കെ അവർ പറയില്ല ടാക്കല്ല എത്ര റേറ്റ് അതൊക്കെ. ഞാൻ വേണ്ട പറഞ്ഞിട്ട് പോകുന്നു. ചെയ്യാ ഈ ഭാഗം നോക്കി നല്ല സൈഡില് ഇവിടുന്ന് വീണ്ടും ചെറിയ ഇറക്കം. എത്ര രൂപ കൊണ്ടാണാവോ? അല്ല എത്ര എത്ര കിലോമീറ്ററിനാണാവോ? അവിടെ ഒരു ലഡാക്കിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൽ ലഡാക്കിൽ ആദ്യം കണ്ടപ്പോൾ 99 മനസ്സിലാവുന്നത്. ഇപ്പോൾ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ 99-ത്തെ 9 മാത്രമുണ്ട്. ബാക്കി മാറ്റി നടന്നു. എന്തായാലും 90-ൻ്റെ ഉള്ളിലുണ്ടാവും. എന്തുട്ടാ സ്ഥലം. മണ്ണ് കൂട്ടിയിട്ടുള്ള പോലെ ഉണ്ടല്ലോ ഇവിടെ. മണ്ണൊന്നല്ല കൊണ്ടല്ലേ. പക്ഷെ ഇതെങ്ങനെ ഇങ്ങനെ ആയിട്ട് വരണേ? ഇത് കൂട്ടിയിട്ടുള്ള കൊണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ പരിപാടിയാണ്. ഓ എന്ത് ചൂട് അതിൻ്റെ ഉള്ളിൽ. ഹായ് നല്ല ചൂട് ഇതിൻ്റെ ഉള്ളിൽ. എന്ത് സുഖ. അയ്യോ സൈക്കിൾ എടുത്ത് പുഴയ്ക്കിടാറായിൻ്റെ. നീങ്ങണില്ല പണ്ടാറാം. ബ്രേക്കും പോയി ഒക്കെ പോയി. കൂടുണ്ടോ? ആ കൂടിയിട്ടില്ല. ഏതാണ്ട് അതേപോലെ തന്നെയുള്ളൂ. വേണ്ട ഇവിടുന്ന് വരുന്ന പുഴയ്ക്കൊക്കെ നല്ല കളറാണ്. അവിടെ എത്തുമ്പോൾ കറുത്തിട്ടായിരുന്നു. ചേർക്ക പൊടിയില്ലെന്നിട്ട് കറുപ്പൂരം അടുത്തുള്ളത് നന്നായി. എന്തായാലും പെട്ടായിരുന്നു വലിക്കാൻ പറ്റാണ്ടി. കണ്ടോ കാവിരിയെ? എന്നിട്ട് കാവിരിന്നാ. അമ്മോ ഓ വയ്യ. ചൂയിങ്ങൊക്കെ ഉണ്ടെങ്കിൽ പിടിച്ചിക്കാൻ വേണ്ടിയില്ലോട്ടാ. ഉണ്ടാണ്ട് കഴിഞ്ഞാൽ ചുണ്ടൊക്കെ ഉണ്ടല്ലേ. ചുണ്ടൊക്കെ ഒരു ലെവലായി ഇല്ലാണ്ടായി. ചൂയിങ്ങൊക്കെ ചവച്ചിട്ട് പിടിച്ചിക്കണേ. അല്ലെങ്കിൽ എളുപ്പമല്ല. ഓ അമ്മോ ഗീറ് ഒന്നുമില്ലല്ലോ. ചങ്ങല തെറ്റി കാശ് പെട്ടു. എന്ത് ചങ്ങലൊക്കെ തെറ്റണേ? സാധാരണ ഇല്ലാത്തവരെ പതികളൊക്കെ വരില്ല. ചങ്ങല തെറ്റി. ഇതിലൊപ്പയില്ല അതിൻ്റെ ഉള്ളിൽ. ചങ്ങല തെറ്റി. ഒന്ന് ആസ്വദിച്ച് വരുമ്പോഴേക്ക് ചങ്ങല തെറ്റി. എന്തിട്ട് റോഡ് കയ്യുമലൊക്കെ കരിയാകെ. ഒക്കെ മിലിറ്ററിക്കാരുടെ വണ്ടി ഓട്ടോ. മിലിറ്ററിക്കാരുടെ കൊണ്ടാക്കണം പരിപാടിയാവുന്നുണ്ട്. ആ ഫ്ലോ ആയതുകൊണ്ട് പോയി കിട്ടിച്ചേ. നല്ലോണ്ട് ആസ്വദിച്ചൊന്ന് പറഞ്ഞു. ഓ എന്താ ചെയ്യാല്ലേ? നമ്മുടെ സൈക്കിള് പണിയാൻ വേണ്ടി ചങ്ങലും തെറ്റാത്ത ചങ്ങല വരെ തെറ്റി തുടങ്ങി.
വഴി കണ്ട ബാക്കിൽ നോക്കൂ, എന്നെ നോക്കൂ, ഫ്രണ്ടിൽ നോക്കൂ. ഓ കിതച്ചൂട്ടാ, കാലൊക്കെ ആകെ എനിക്കിന്ന് എന്താണാവോ, അറക്കൊക്കെ തള്ളിയില്ലാതുകൊണ്ട് കാലൊക്കെ ഭയങ്കര വേദന. സമയം എത്രയാണോ, 5 മണി പറയാനാവോ. ഇവിടെ ഞാൻ റൂമൊക്കെ കിട്ടുകയാണോ കുഞ്ഞ്. ഇവിടെയൊക്കെ ടെൻ്റ് അടിച്ച് നിൽക്കണവർ സമ്മതിക്കണം കേട്ടോ. അയ്യോ കിലോമീറ്റർ കൂടി ഉണ്ട്. നാളേക്ക് കയറ്റൊന്നും ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ലേ എങ്ങനെയും പിടിക്കണം. ഇന്നിപ്പോൾ 70 പിടിക്കണം നടക്കില്ല. 5 കിലോമീറ്റർ ചോട്ട് കുട്ടി നോക്കാം. റൂം കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ റൂമിലെടുക്കും, അല്ലാണ്ട് നടക്കില്ല. അയ്യോ കയച്ച തുടങ്ങി, വയ്യ വയ്യ വലിയ ഇറക്കാൻ വേണ്ടിട്ടാ. ഇനി അരച്ചരച്ച് പോണ്ട വീണ്ടും, അതാണ് ഏറ്റവും ചടങ്ങ്. അപ്പോൾ ശരി കേട്ടോ മക്കളെ, ഞാൻ അംഗം കുറിച്ചിട്ട് വരാം. വണ്ടിയോളൊന്നുമില്ലെങ്കിൽ ഒരു പടപടച്ച് പോകാറുന്നത്, വണ്ടിയോടെ എപ്പോഴായിരുന്നു അറിയില്ലേ. ഉരുൾപൊട്ടലുണ്ടായിട്ട് കല്ല് വീണില്ലാന്ന് ഇന്നലെ വീണാന്ന് പറഞ്ഞത് ചോദിച്ചപ്പോൾ. എന്തൊരു മാതിരി കല്ലുകളൊക്കെ വീണ് കഴിഞ്ഞാൽ എന്താ അവസ്ഥ. ചെറിയ ഇറക്കായാലും കുഴപ്പമില്ല, അവിടുന്ന് വണ്ടി തന്നെയാണ് ഇപ്പം തന്നെ കാലത്ത് രക്ഷപ്പെടാം. ഇവിടെ മൊത്തം മറ്റേ ലാൻഡ്സ്കേപ്പ് ഉണ്ടാവണം, എൻ്റെ ബോർഡുകൾ വെച്ചിട്ടുണ്ടാവും. കാണുമ്പോൾ എൻ്റെ പേടിയാവും, എന്തൊരു സ്ഥലം അത്. ഭയങ്കര മെല്ലെ പോകണല്ലോ. ഇതിന് ബാക്കിലത്തെ റിമ്മേ എന്തോ ബെയറിംഗ് ഒക്കെ പോയിട്ടുണ്ട്, കാരണം കണ്ടോ ഇറക്കം കിട്ടിയിട്ട് വരെ നീങ്ങണില്ല. ഇറക്കം കിട്ടിയിട്ട് വരെ സൈക്കിള് സ്പീഡിലാണ്ട് പോകണില്ല, എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. അറക്കം കഴിഞ്ഞതുകൊണ്ട് ഈ ഭാഗത്ത് നിന്ന് കുറച്ച് വേഗം പോവുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ അടിയിൽ വിടും. കണ്ട നീങ്ങണില്ല സൈക്കിള്, നീങ്ങ് സൈക്കിള് നീങ്ങ്, ഓയ് നീങ്ങ്, പൊക്ക പൊക്ക, അത് നീങ്ങൊന്നുമില്ല. ഏയ് എന്നിട്ട് കമ്പിയാ, എന്തിട്ട് വഴി നോക്കിയേ, സീന് വഴിയില്ലേ. ആ കുറച്ച് സ്പീഡായിട്ടാ. സ്പീഡ് കുറഞ്ഞു നോക്ക്, നല്ലൊരു ഇറക്കാണ് ഓടുന്നു. ഓ സൈക്കിളെ ഇതിൻ്റെ കത്തിക്കലൊക്കെ കഴിഞ്ഞുകൊണ്ട് കേട്ടാ. പിന്നെ ഭക്ഷണം കഴിക്കാൻ കയറിയതാ, രാജ്മ ദാലും എന്നിട്ട് രാജ്മ ചാവലും പിന്നെ ഒരു ഓംപ്ലേറ്റ്. ഇതാണ് രാജ്മ ചാവൽ എന്ന് പറഞ്ഞത്. ഇവിടുത്തെ ഏത് കടയിൽ പോയാലും കിട്ടുന്ന സാധനമാണ് ഈ സാധനം. ഇങ്ങനെ കഴിക്കട്ടെ ഏട്ടാ, വയ്യ. ചുണ്ടൊക്കെ നോക്കി ആകെ പൊട്ടി നടന്ന് നാശമായി. ഞാൻ ബാക്കി ചെയ്യണത് ഞാൻ ലേലയിൽ ഇരുന്നിട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് പോരുമ്പോൾ 3 ദിവസം 3 ദിവസം ഞാൻ സ്റ്റേ ചെയ്ത് തുടങ്ങുന്നിടത്ത് കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം തന്നെ പറഞ്ഞാൽ ക്യാമറയിലും ഫോണിലൊന്നും ചാർജ് ഉണ്ടായിരുന്നില്ല. ഫോണിലാണ് ചാർജ് ചെയ്ത് കിടന്നത്. എവിടെയെങ്കിലും ഭക്ഷണമാക്കി കയറുമ്പോൾ ആ വരുന്ന വഴിയിലൊന്നും കറണ്ടില്ല. അപ്പോൾ പറഞ്ഞാൽ ഏതെങ്കിലും കടയിൽ കയറുമ്പോൾ അവിടുത്തെ ലോറിക്കാർ ആരെങ്കിലും ഉണ്ടാവില്ല. അപ്പോൾ അവരോട് പറഞ്ഞിട്ട് കുറച്ച് നേരം ചാർജ് ചെയ്ത് കയറിയിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് എത്തിയുള്ളത്. അങ്ങനെ ഇപ്പോൾ സ്റ്റേ ചെയ്ത് തുടർന്ന് ഇനി എത്ര 30 സംതിങ് കിലോമീറ്റർ ഉണ്ട് ലേലിക്ക്. അങ്ങനെ പിന്നെ ഇന്നലെ സ്റ്റേ ചെയ്തെന്ന് പറഞ്ഞാലും ഒരു ചെറിയൊരു ഹോം സ്റ്റേ സെറ്റപ്പിലാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. കറണ്ടില്ല വെച്ചാൽ എളുപ്പമില്ല കേട്ടോ. ആദ്യം തന്നെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല 3 ദിവസമൊന്നും കറണ്ട് ഉണ്ടാവില്ല. ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ കാണാം, ഓരോ ദിവസം റൂം എടുക്കുമ്പോൾ അവിടെ ഒന്നും കറണ്ടില്ല, ആകെ പെട്ടോ. പിന്നെ നമുക്ക് വിചാരിച്ച സ്ഥലത്തേക്ക് കറക്റ്റ് എത്താൻ പറ്റില്ല സൈക്കിൾ മേയറണം, അത് കാരണം കൂടുതൽ പണി. അങ്ങനെ 3-4 ദിവസം പോസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഒന്നും പറയണ്ട. അപ്പോൾ ശരി കേട്ടോ മക്കളെ.